കഴിഞ്ഞയാഴ്ചയിലെ പ്രധാനപ്പെട്ട 10 അന്താരാഷ്ട്ര വാർത്തകൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ് ടോപ്പ് 10 വേൾഡ് റാപ്പിൽ. ആദ്യത്തെ വാർത്ത US-ൽ നിന്ന് തന്നെയാണ്. US എയ്ഡിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനകളിൽ ഒന്നാണ് US എയ്ഡ്. ഇതിനെ അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ് ട്രംപ്. സംഘടനയുടെ വിദേശ രാജ്യങ്ങളിലെ ധനസഹായ പദ്ധതികൾ 90 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു ട്രംപ് ഭരണകൂടം. ഇലോൺ മസ്കും ഏജൻസി അടച്ചുപൂട്ടണം എന്ന നിലപാടുകാരനാണ്. വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയോ ആണ് ഇപ്പോൾ സംഘടനയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. സംഘടന തീവ്ര ഇടതുപക്ഷത്തിൻ്റെ അജണ്ടകൾ ഒളിച്ചുകടത്തുന്നു എന്നാണ് ട്രംപ് ടീം വാദിക്കുന്നത്. US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ആണ് US എയ്ഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. പ്രകൃതി ദുരന്തം, പകർച്ചവ്യാധികൾ, ആരോഗ്യ പ്രതിസന്ധികൾ, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുദ്ധമേഖലകളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ ധനസഹായം നൽകുന്ന സംരംഭമാണിത്. അമേരിക്കൻ ഫെഡറൽ ബജറ്റിൻ്റെ 1% ഇതിന് മാറ്റിവെക്കുന്നത്. രണ്ടാമത്തെ വാർത്ത ട്രംപിൻ്റെ ഭീഷണിക്ക് കാംനായുടെ തിരിച്ചടി എന്നുള്ളതാണ്. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപിന് മറുപടിയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാംനായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനിയും ഇങ്ങനെ ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല എന്നാണ് കാംനായി മറുപടി നൽകിയിരിക്കുന്നത്. 1979 ഇറാനിയൻ വിപ്ലവത്തിൻ്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിലാണ് സൈനിക കമാൻഡർമാരുമായി സംസാരിച്ചപ്പോൾ ഈ ഒരു കാംനായുടെ പ്രതികരണം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ വാർത്ത പാനമയിൽ നിന്നാണ്. പാനമ കനാലിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ചൈനയെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാനമ. നമുക്കറിയാം, പാനമ കനാൽ തിരിച്ചുപിടിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കുകയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ നിന്ന് പാനമ ഔദ്യോഗികമായി പിന്മാറിയിരിക്കുന്നത്. പാനമ കനാലിൻ്റെ നിയന്ത്രണം ചൈനയ്ക്കാണെന്ന് ആരോപിച്ചാണ് യഥാർത്ഥത്തിൽ ട്രംപ് അത് തിരിച്ചെടുക്കും എന്ന് ഭീഷണി മുഴക്കുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട് 90 ദിവസത്തെ നിയമപരമായ ഒരു അറിയിപ്പ് ചൈനീസ് എംബസിക്ക് കൈമാറിയിട്ടുണ്ട് എന്നും പാനമ പ്രസിഡന്റ് അറിയിക്കുന്നു. നാലാമത്തെ വാർത്ത സ്വീഡനിൽ നിന്നാണ്. നോക്കാൻ നമുക്ക്. സ്വീഡനിലെ വെടിവെപ്പിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. സ്വീഡൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ വെടിവെപ്പാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായത്. ഒറബ്രോ നഗരത്തിലെ ഒരു പഠന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. പിന്നീട് അക്രമിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഇയാൾ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്നാണ് കരുതുന്നത്. പോലീസ് അങ്ങനെയാണ് അറിയിക്കുന്നത്. അഞ്ചാമത്തെ വാർത്ത അത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ വീട് തകർത്തിരിക്കുകയാണ് പ്രക്ഷോഭകർ. ബംഗ്ലാദേശിൽ വീണ്ടും പ്രക്ഷോഭം ശക്തിയാർജിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ വസതിയാണ് പ്രക്ഷോഭകർ ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന സമൂഹ മാധ്യമത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണമായത്. ബംഗ്ലാദേശിലെ പുതിയ നേതാക്കളെ ചെറുക്കാൻ ഹസീന ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് അവർ അധികാരം പിടിച്ചെടുത്തത് എന്നായിരുന്നു ഹസീനയുടെ പ്രസംഗം. ഇത് കേട്ട് രോഷാകുലരായ ജനമാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ വീട് തകർത്തത്. ആറാമത്തെ വാർത്ത അത് അർജന്റീനയിൽ നിന്നാണ്. WHO നിന്ന് അർജന്റീനയുടെ പിന്മാറ്റമാണ് വാർത്ത. US-ന് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് മാറാൻ അർജന്റീനയും തീരുമാനിച്ചിരിക്കുന്നു. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലെ ആണ് പ്രഖ്യാപനം നടത്തിയത്. ട്രംപിൻ്റെ നയങ്ങളെ പിന്തുണക്കുന്നയാളാണ് മിലെ എന്ന് പറയുന്നത്. ഏഴാമത്തെ വാർത്ത അത് വീണ്ടും ട്രംപിൻ്റെ നടപടികൾ തന്നെയാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് വനിതാ കായിക ഇനങ്ങളിൽ നിരോധനം ഔദ്യോഗികമായി ഇപ്പോൾ അവിടെ നിലവിൽ വന്നിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ അത്ലറ്റുകൾ വനിതാ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ട്രംപ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. വനിതാ അത്ലറ്റുകളുടെ അഭിമാനകരമായ പാരമ്പര്യത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും തല്ലാനും പരിക്കേൽപ്പിക്കാനും വഞ്ചിക്കാനും പുരുഷന്മാരെ അനുവദിക്കില്ല. ഇനി മുതൽ വനിതാ കായിക വിനോദങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും. ഇതായിരുന്നു ഉത്തരവിൽ ഒപ്പിട്ടുകൊണ്ട് ട്രംപിൻ്റെ പ്രതികരണം. എട്ടാമത്തെ വാർത്ത ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നിന്നാണ്. അവിടെയുള്ള ഗോമയിൽ 3000 പേരാണ് അവിടുത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. കോങ്കോയിലെ ഗോമ നഗരം M23 എന്ന സായുധ സംഘം പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള സംഘർഷം അവിടെ തുടരുകയാണ്. ഇവിടെ 3000 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. റുവാണ്ടയുടെ പിന്തുണയുള്ള വിമത സൈനിക ഗ്രൂപ്പാണ് M23 എന്ന് പറയുന്നത്. റുവാണ്ട അതിർത്തിയോട് ചേർന്നുള്ള കോങ്കോയിലെ നഗരമാണ് ഗോമ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ വാർത്ത ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ ഡീപ് സീക്കിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പൂർണ്ണമായ നിരോധനമല്ല, മറിച്ച് ചൈനീസ് ചാറ്റ് ബോട്ടായ ഈ ഡീപ് സീക്കിന് ഓസ്ട്രേലിയയുടെ സർക്കാർ സിസ്റ്റങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണമാണ് ഇതിന് സർക്കാർ പറയുന്നത്. ഡീപ് സീക്കിൻ്റെ ചാറ്റ് ബോട്ട് ആപ്പും വെബ്സൈറ്റും എല്ലാ സർക്കാർ ഉപകരണങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും ഓസ്ട്രേലിയ നിരോധിച്ചിരിക്കുകയാണ്. പത്താമത്തെ വാർത്ത അത് ഗ്രീൻലൻഡിൽ നിന്നാണ്. ഗ്രീൻലൻഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. മാർച്ച് 11 ഗ്രീൻലൻഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. പശ്ചിമ യൂറോപ്പിൽ ഡെൻമാർക്കിൻ്റെ ഭാഗമാണിപ്പോൾ ഗ്രീൻലൻഡ്. വജ്രം, സ്വർണം, ഇരുമ്പയിര്, കൽക്കരി, യുറേനിയം, എണ്ണ, ഗ്യാസ് തുടങ്ങി
പ്രകൃതി വിഭവങ്ങളുടെ കലവറയാണ് ഗ്രീൻലൻഡ് എന്ന് നമുക്കറിയാം. ഇതൊരു ദ്വീപാണ്. ഈ ദ്വീപ് അമേരിക്കയുടെ ഭാഗമാക്കണം എന്നാണ് ട്രംപ് ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നതും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയവും ഇതുതന്നെയാണ്. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.